വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ് സെറ്റ് ബോട്ടണി റിവിഷൻ സീരീസിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. അതിൽ യൂണിറ്റ് 2 ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോംസ് സെക്കൻഡ് പാർട്ടിൽ വരുന്ന യൂണിറ്റ് 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ MSc ബോട്ടണി BSc ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും കൂടി എൻ്റെ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. ആദ്യം മൊഡ്യൂൾ 1 ആണ്, മോർഫോളജി ഓഫ് ആൻജിയോസ്പോംസ് ആണ്. ആൻജിയോസ്പോംസിന്റെ മോർഫോളജി ബേസ് ചെയ്തിട്ട് പലതരത്തിലുള്ള മോഡിഫിക്കേഷൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം വരുന്നത് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. ഓക്കെ, ഒരു സ്റ്റെം ബേസ് ചെയ്തിട്ട് 3 തരത്തിലാണ് മോഡിഫിക്കേഷൻ ഉള്ളത്. അതിൽ ആദ്യത്തത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. അതായത് ഗ്രൗണ്ടിന്റെ സോയിലിന്റെ അടിയിൽ വളരുന്ന ടൈപ്സ്, അതിൽ വരുന്ന എക്സാമ്പിൾസും അതിന് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ മാത്രമാണ് ഡിസ്ക്രൈബ് ചെയ്തു പോകുന്നത്. അതിൽ ഒന്നാമത്തത് റൈസോം ആണ്. റൈസോം എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്. അതിൽ നോഡ്സും ഇന്റർനോഡ്സും സ്കെയിൽ ലീവ്സും ഉണ്ടായിരിക്കും. നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ സിഞ്ചിബർ ഒഫീസിനൽ ജിഞ്ചറിന്റെ ആ ഒരു സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടാണ് റൈസോം പഠിക്കാറ്. കൂടാതെ കുർക്കുമ, ലോഞ്ച, മഞ്ഞളും ഇതിനൊരു എക്സാമ്പിൾ ആണ്. ദെൻ സെക്കൻഡ് വൺ ആണ് ട്യൂബർ എന്ന് പറയുന്നത് സ്വള്ളൻ ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് സ്റ്റെം വിത്ത് ഐസ് ആണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് പൊട്ടറ്റോ ആണ്, സൊളാനം ട്യൂബറോസം. നമ്മൾ ഏത് എക്സാമ്പിൾ പഠിക്കുമ്പോഴും അതിന്റെ സയന്റിഫിക് നെയിം ബേസ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, ദെൻ കോം എന്ന് പറയുന്നത് ഷോർട്ട് വെർട്ടിക്കൽ സ്വള്ളൻ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്. ഓക്കെ, സ്വള്ളൻ ആയിട്ടുള്ള വെർട്ടിക്കൽ ആണ് കോം, ഹൊറിസോണ്ടൽ ആണ് റൈസോം എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ വരുന്നത് കൊളക്കേഷ്യ, ഗ്ലാഡിയോലസ് ഒക്കെയാണ്. ദെൻ ബൾബ് എക്സാമ്പിൾ വരുന്നത് റെഡ്യൂസ്ഡ് സ്റ്റെം സറൗണ്ടഡ് ബൈ ഫ്ലഷി സ്കെയിൽ ലീവ്സ്. അതായത് നമ്മൾ ഒലിയലിൽ നമ്മൾ കഴിക്കുന്ന ഭാഗം അതിന്റെ ഫ്ലഷി സ്കെയിൽ ലീവ്സ് ആണ്. അതിന്റെ താഴെയായിട്ട് കാണുന്നത്. ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലാസ് കാണുക കേട്ടോ. അലിയം സെപ്പി ഒക്കെ ബൾബിന് എക്സാമ്പിൾ ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ. അതുകൂടാതെ സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷനും ഉണ്ട്. സബ് ഏരിയൽ എന്ന് പറയുമ്പോൾ മുകളിലും താഴെയായിട്ട് ആ ഒരു മണ്ണിന്റെ അടിയിലും മുകളിലുമായിട്ട് വളരുന്നതാണ് സബ് ഏരിയൽ എന്ന് പറയുന്നത്. അതിലൊന്ന് റണ്ണർ ആണ്. റണ്ണർ ഹൊറിസോണ്ടലി ക്രീപ്പ് ചെയ്യും, എന്നിട്ട് ആ ഒരു ക്രീപ്പ് ചെയ്ത പൊസിഷനിൽ എന്ത് ചെയ്യും, പുതിയ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സൈനോഡോൺ ആണ് എക്സാമ്പിൾ വരുന്നത്. സ്റ്റോളൻ എന്ന് പറയുമ്പോൾ ലാറ്ററൽ ബ്രാഞ്ച് ദാറ്റ് ബെൻഡ് ടു ദ ഗ്രൗണ്ട് ആൻഡ് പ്രൊഡ്യൂസ് ന്യൂ പ്ലാന്റ്. ലാറ്ററൽ ആയിട്ടുള്ള ബ്രാഞ്ച് ആണ് ബെൻഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ ജാസ്മിൻ. ദെൻ സക്കർ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് പോർഷനിൽ നിന്ന് അറേസ് ചെയ്യുന്നതാണ്, ഒബ്ലീക്ക് ആയിട്ട്. ഈ ഒരു സക്കറിനൊക്കെ എക്സാമ്പിൾ ആണ് നമ്മുടെ ബനാനയൊക്കെ ചില കേസിൽ ഈ സക്കറിനൊക്കെ കേസിൽ പറയാറുണ്ട് കേട്ടോ. ദെൻ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് വൺ ഇന്റർനോഡ് ബ്രാഞ്ച് ആണ്. ഒറ്റ ഇന്റർനോഡ് മാത്രമേ ഓഫ്സെറ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഇത് മെയിൻലി അക്വാട്ടിക് പ്ലാന്റ്സിലാണ് ഓഫ്സെറ്റ് കാണുന്നത്. എക്സാമ്പിൾ പിസ്റ്റിയ, ഏക്കോർണിയ ഒക്കെയാണ്. ഓക്കെ, ദെൻ ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് ഇനി പറയാനുള്ളത്. അതിലൊന്ന് സ്റ്റെം ടെൻഡ്രിൽസ് ആണ്, ക്ലൈംബിംഗ് ആയിട്ടുള്ള ഓർഗൻ ആണ്. എക്സാമ്പിൾ പാസിഫ്ലോറ ആണ്. ദെൻ സ്റ്റെം തോൺ പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചർ ആണ്, സിട്രസിലും ബൊഗെയിൻവില്ലയിലും ഒക്കെ. ദെൻ ഫില്ലോക്ലേഡും ക്ലാഡോഡും പഠിക്കണം. ഫില്ലോക്ലേഡ് എന്ന് പറയുന്നത് ഗ്രീൻ ഫ്ലാറ്റൻഡ് സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റെം ആണ്. മെയിൻലി ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ടാണ് ഒപ്പുൻഷ്യയിലും യൂഫോബിയയിലും ഒക്കെ കാണുന്നത്. ദെൻ ക്ലാഡോഡ് ആണെങ്കിൽ വണ്ണോ അല്ലെങ്കിൽ അതിൽ കുറച്ച് ഇന്റർനോഡ്സ് മോഡിഫൈ ചെയ്തിട്ട്, ഇന്റർനോഡ്സിന്റെ മോഡിഫിക്കേഷൻ ആണ് ക്ലാഡോഡ് എന്ന് പറയുന്നത്. സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ ആണ് മെയിൻലി ഫില്ലോക്ലാഡ് എന്ന് പറയുന്നത്. ഒക്കെ ഫോട്ടോസിന്തറ്റിക് ആയിട്ട് സ്ട്രക്ചർ തന്നെയാണ് ക്ലാഡോഡ്. എക്സാമ്പിൾ എസ്പെരാഗസ് ആണ് വരുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് കാറ്റഗറിയിൽ നമുക്ക് പഠിക്കാനുള്ളത് ലീഫിന്റെ മോർഫോളജി ആണ്. ലീഫിന്റെ ഇമ്പോർട്ടൻറ്റ് മോഡിഫിക്കേഷൻ ലീഫ് ടെൻഡ്രിൽസ് ആണ്. ക്ലൈംബിങ്ങിന് വേണ്ടിയിട്ട് ലീഫ് ടെൻഡ്രിൽസ്, പൈസത്തിലെ ലീഫ് ടെൻഡ്രിൽസ് കാണുന്നുണ്ട്. കൂടാതെ ലീഫ് ടെൻഡ്രിൽസ് കാണുന്നതാണ് മേത്തോനി, ഗ്ലോറിയോസ, സൂപ്പോബ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലീഫ് സ്പൈന് പ്രൊട്ടക്ഷൻ ആണ്. എക്സാമ്പിൾ ഒപ്പുഷ്യ ആണ്. ഫില്ലോഡ് എന്ന് പറയുന്നത് പീറ്റിയോള് ഫ്ലാറ്റൻഡ് ആയിട്ട് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഫില്ലോഡ് ആയിട്ട് മാറുന്നത് ലീഫിന്റെ മോഡിഫിക്കേഷൻ ആണ്. എക്സാമ്പിൾ അക്കേഷ്യ ആണ്. ദെൻ ഇൻസെക്ടിവോറസ് ആയിട്ടുള്ള ലീവ്സ് ഉണ്ട്, മോഡിഫൈഡ് ഇൻസെക്ട്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ നെപ്പന്തസ്, ഡ്രോസറ, യൂട്രിക്കുലേറിയ, ഡൈനിയ എന്നൊക്കെ പറയുന്നതിന്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ബൾബിൾസ് എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ്. അഗേവ് ബ്രയോഫില്ലത്തിലൊക്കെ, ബ്രയോഫില്ലമാണ് നമ്മുടെ ഇലമുളച്ചി എന്ന് പറയുന്നത്. സ്കെയിൽ ലീവ്സ് ആണ് നമ്മളുടെ ആ ഒരു ബൾബിന്റെ ആ ഒരു ഫ്ലഷി ആയിട്ടുള്ള ഒരു പോർഷൻ. പ്രൊട്ടക്ഷനും സ്റ്റോറേജും ആണ് ഫംഗ്ഷൻ. സ്റ്റോറേജ് ലീവ്സ് വേറെ തന്നെ ഉണ്ട്. സ്റ്റോർ ചെയ്യുന്ന ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഒനിയൻ.
ഓക്കെ. നെക്സ്റ്റ് ആണ് ഇൻഫ്ലോറസെൻസ്. അതായത് ആ ഒരു പെഡങ്കിൾ അല്ലെങ്കിൽ പെഡിസിൽസിൽ പ്ലാന്റിൽ ഫ്ലവേഴ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത് എന്നത് ബേസ് ചെയ്തിട്ട് അതിനെയാണ് ഇൻഫ്ലോറസെൻസി എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി രണ്ട് കാറ്റഗറിയാണ്, റെസിമോസും സൈമോസും, പിന്നെയുള്ളത് കോമ്പൗണ്ട് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇൻഫ്ലോറസെൻസും ആണ്. അതിൽ റെസിമോസ് ഏതൊക്കെയാണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. റെസിമോസ് എന്ന് പറയുന്നത് മെയിൻ ആക്സിസ് എന്ത് ചെയ്യും, ഗ്രോ ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യുന്നതായിരിക്കും. അവിടെ അക്രോപീറ്റൽ ഓർഡറിലാണ് ഫ്ലവർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓൾഡർ ആയിട്ടുള്ള ഫ്ലവർ എന്താ, തൊട്ട് ബേസിൽ ഏറ്റവും താഴെയായിരിക്കും, പുതിയ ഫ്ലവർ ആയിരിക്കും മുകളിലോട്ട് വരുന്നത്. ഓക്കെ. അതിന് എക്സാമ്പിൾ പല ടൈപ്സ് ഉണ്ട്, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് പറഞ്ഞു പോകാം. റെസീം, മസ്റ്റാർഡ്, സ്പൈക്ക്, അക്കിരാന്തസ്, സ്പാഡിക്സ്, ദെൻ കാറ്റിൻ ഉണ്ട്, അമ്പലുണ്ട്, ക്യാപിറ്റലും ഉണ്ട്, പാനക്കിൾ ഉണ്ട്. ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ദെൻ സൈമോസ് ഇൻഫ്ലോറസെൻസ് എന്താ, അതൊരു ഫ്ലവറിൽ ടെർമിനേറ്റ് ചെയ്യാണ്. ഇവിടെ ബെസിപീറ്റൽ ആയിട്ടുള്ള ഓർഡർ ആണ്, ഓൾഡർ ഫ്ലവർ ആയിരിക്കും ഏറ്റവും അപ്പെക്സിൽ ഉണ്ടായിരിക്കുക. അതിന്റെ കുറച്ച് ടൈപ്പ് ഉണ്ട്, ഡൈക്കേഷ്യൽ സൈമ, മോണോക്കേഷ്യൽ സൈമ, പോളിക്കേഷ്യൽ സൈമ. ദെൻ അത് കഴിഞ്ഞിട്ടാണ് വരുന്ന സ്പെഷ്യൽ ഇൻഫ്ലോറസെൻസ്, സയാത്യം, വെർട്ടിസിലാസ്റ്റർ, ഹൈപ്പാന്തോഡിയം, ദെൻ സീനാന്ത്യം. ഓക്കെ. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിന്റെ എക്സാമ്പിൾസ് ബേസ് ചെയ്തിട്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് അവയുടെ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാറ്റഗറി വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഒന്ന് ആക്ടിനോമോർഫിക് ആണ്, റേഡിയൽ സിമെട്രി ആണ്. ഓക്കെ. രണ്ടാമത്തത് സൈഗോമോർഫിക് ആണ്, ബൈലാറ്ററൽ സിമെട്രി, ഒരു പ്ലെയിനിലൂടെ കടന്നാൽ മാത്രമേ രണ്ട് ഈക്വൽ ഹാഫ്സ് കിട്ടുള്ളൂ. മൂന്നാമത്തത് അസിമെട്രി, അവിടെ സിമെട്രി ഇല്ല. ദെൻ സെക്ഷുവാലിറ്റി ബേസ് ചെയ്തിട്ട് നമുക്കറിയാം ബൈസെക്ഷൽ ആൻഡ് യൂണിസെക്ഷൽ ആണ്. ദെൻ ഈസ്റ്റിവേഷൻ ബേസ് ചെയ്തിട്ട് ഈസ്റ്റിവേഷനും ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. വാൽവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ്, വെക്സിലറി, ഡിസെൻഡിങ് ആൻഡ് അസെൻഡിങ് ഇംബ്രിക്കേറ്റും ഉണ്ട്. അതിൽ ഡിസെൻഡിങ് ഇംബ്രിക്കേറ്റ് ആണ് വെക്സിലറി ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. ദെൻ പ്ലാസന്റേഷൻ എന്ന് പറയുമ്പോൾ മാർജിനൽ പീ പ്ലാന്റ് ആണ്, ആക്സൈല്, പെരിയേറ്റല്, ഫ്രീ സെൻട്രല്, ബേസൽ, സൂപ്പർഫിഷ്യൽ പ്ലാസന്റേഷൻ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ തൊട്ട് പഠിക്കുന്നതാണ്. ദെൻ ഓവറിയുടെ പൊസിഷൻ, ഓവറി പൊസിഷൻ സുപ്പീരിയർ ഓവറി, അതായത് ഓവറി മുകളിലാണ്, ഹൈപ്പോഗൈനസ് ആയിട്ടുള്ള ഫ്ലവർ ആണ്. ദെൻ ഹാഫ് ഇൻഫീരിയർ ഓവറി പെരിഗൈനസ് ആയിട്ടുള്ള ഫ്ലവർ ആണ്. ഇൻഫീരിയർ ഓവറി എന്ന് പറയുമ്പോൾ എപ്പിഗൈനസ് ആണ്, ഓവറി ഇൻഫീരിയർ ആണ്, താഴെയായിട്ടാണ് കാണുന്നുണ്ടായിരിക്കുക. ആ ഒരു എക്സാമ്പിളും പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഫ്രൂട്ട്സ് ഒക്കെ രണ്ട് പാർട്ടായിട്ട് ഞാൻ ഓൾറെഡി വിശദീകരിച്ച് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പല കാറ്റഗറി ഉണ്ട്. സിമ്പിൾ ഫ്രൂട്ട്, അതിൽ തന്നെ സിമ്പിൾ ഫ്രഷി ഉണ്ട്, സിമ്പിൾ ഡ്രൈ ഫ്രൂട്ട് ഉണ്ട്, ഷൈസോകാർപ്പിക് ഫ്രൂട്ട് ഉണ്ട്, ദെൻ മൾട്ടിപ്പിൾ ഫ്രൂട്ട് ഉണ്ട്. ഓക്കെ. അപ്പൊ അതിൽ സിമ്പിൾ ഫ്രൂട്ടിൽ വരുന്ന ബെറീസ്, അവയുടെ ക്യാരക്ടേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡ്രൂപ്പ്, ലെഗ്യൂമ്, ക്യാപ്സ്യൂള്, സിലിക്വ, കാരിയോപ്സിസ്, സിപ്സെല്ല. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട്, ഡെവലപ്പ് ഫ്രം വൺ ഫ്ലവർ വിത്ത് മെനി ഫ്രീ കാർപ്പൽസ്, അഗ്രിഗേറ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ. അവയുടെ എക്സാമ്പിൾസ് സ്ട്രോബെറി. ദെൻ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ കോമ്പോസൈറ്റ് ഫ്രൂട്ട്, ഡെവലപ്പ് ഫ്രം ദ എൻറ്റയർ ഇൻഫ്ലോറസെൻസ് ആണ്. അതിന്റെ ഒക്കെ സബ് ആയിട്ടുള്ള പാർട്ടുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സൊറോസിസും സിക്കോണസും ആണ്. അതിന്റെ എക്സാമ്പിൾ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഫിക്കിലുള്ളത് സിക്കോണസ് ആണെങ്കിൽ പൈനാപ്പിളിലുള്ളത് സൊറോസിസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ആണ് രണ്ടാമത്തെ മൊഡ്യൂൾ. അപ്പൊ ഇത്രയാണ് ഒന്നാമത്തെ മൊഡ്യൂൾ, ആ ഒരു മോർഫോളജി ബേസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത് ടാക്സോണമി ഓഫ് ആൻജിയോസ്പേംസ് ആണ്, അതായത് ക്ലാസിഫിക്കേഷൻ ഹിസ്റ്റോളജി ബേസ് ചെയ്തിട്ടാണ്. അതിൽ 3 ടൈപ്പ്, ആ ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഒന്നാമത്തത് ലിനേഴ്സിന്റെ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. മെയിൻലി ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടർ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പ്രൈമറിലി ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് സ്റ്റീമന്റെയും കാർപ്പൽസിന്റെയും നമ്പർ ആണ് പ്രൈമറിലി അദ്ദേഹം ബേസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇതുകൊണ്ട് തന്നെ ഇതൊരു സെക്ഷുവൽ സിസ്റ്റം ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ മെയിൻ ആയിട്ട് സിമ്പിൾ ആൻഡ് ഈസി ടു യൂസ് ആയിട്ടുള്ളതാണ്. പക്ഷെങ്കിൽ അവ നാച്ചുറൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നില്ല. അതായത് ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടർ മാത്രം, മോളിക്കുലാർ ലെവൽ ക്യാരക്ടർ ഒന്നും ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷനിൽ യൂസ് ചെയ്തിട്ടില്ല. സോ ക്രിപ്റ്റോഗ്രാംസ് ഇതില് 24th ക്ലാസ് ക്രിപ്റ്റോഗ്രാമിയ എന്നുള്ള ക്ലാസ്സിലാണ് ക്രിപ്റ്റോഗ്രാംസിനെ ഈ ഒരു ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. രണ്ടാമതാണ് ബെന്താമൻ ഹുക്കറിന്റെ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ, ജനേറ പ്ലാന്റാറം എന്ന് പറയുന്ന ബുക്കിലാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ബേസ്ഡ് ഓൺ ബേസ് ചെയ്തിട്ടാണ്, ഓവറോൾ സിമിലാരിറ്റീസും ഡിഫറൻസും ബേസ് ചെയ്തിട്ടാണ് ബെന്താമൻ ഹുക്കറിന്റെ ക്ലാസിഫിക്കേഷൻ. അതിൽ മേജർ ഗ്രൂപ്പ് ഡൈക്ലാമിഡെ,
മോണോക്ലാമിഡെ, മോണോകോട്ടിലിഡനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഡൈക്ലാമിഡേനെ പോളിപെറ്റാലെ, ഗാമോപെറ്റാലെ എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ജിംനോസ്പേംസിനെ ഡൈക്കോട്ടിനും മോണോകോട്ടിനും ഇടയിൽ പ്ലേസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് അവിടെ പ്രോപ്പർലി റെപ്രസെന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് ആണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ. ബെസ്സിയുടെ ക്ലാസിഫിക്കേഷൻ ആണ്. ഇവല്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ്, ഇവല്യൂഷണറി പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ബെസ്സിസ് ഡിക്റ്റ എന്നുള്ള പേരും കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് റാണേൽസ് എന്ന് പറയുന്നത്, റാണേൽസ് ഒരു പ്രിമിറ്റീവ് ആൻജിയോസ്പേം ആണ് എന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മോണോകോട്ട് ഡൈക്കോട്ടിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത് എന്ന് പറഞ്ഞു. എപ്പെറ്റാലസ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് പെറ്റാലിഫറസ് ആയിട്ടുള്ള ഫ്ലവേഴ്സിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇനി തക്തജൻ കൊണ്ടുവന്നിട്ടുള്ള ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ ആണ് ആ ഒരു ഫൈലോജനറ്റിക് സിസ്റ്റം. ആൻജിയോസ്പേംസിനെ മെയിൻ ആയിട്ട് ഡൈക്കോട്ട്, മോണോകോട്ട്, അതിൽ മാഗ്നോളിയോപ്സിഡി ആണ് ഡൈക്കോട്ടിൽ വരുന്നത്, ലിലിയോപ്സിഡ മോണോകോട്ടിലുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു മാഗ്നോളിയേസി പോലെയുള്ള അങ്ങനെയുള്ള അത്തരം ഗ്രൂപ്പ്സിനാണ് തക്തജൻ കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് APJ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അതിൽ ആൻജിയോസ്പേം ഫൈലോജനി ഗ്രൂപ്പ്, അതാണ് അതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. മോളിക്യുലാർ ലെവൽ ഫൈലോജനറ്റിക് ഡാറ്റ ബേസ് ചെയ്തിട്ടാണ് APJ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ DNA സീക്വൻസ് ആണ്, അതായത് ക്ലോറോപ്ലാസ്റ്റിനും മൈറ്റോകോൺട്രിയക്കും ഓൺ DNA ഉണ്ടല്ലോ, അതുകൂടാതെ ന്യൂക്ലിയർ ജീനോം. അപ്പൊ അതിലൊക്കെ കാണുന്ന DNA സീക്വൻസ് ബേസ് ചെയ്തിട്ടാണ് APJ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ആൻജിയോസ്പേംസ്, മാഗ്നോളിഡ്സ്, മോണോകോട്സ്, യൂഡൈക്കോട്ട് പോലെയുള്ള മെയിൻ ആയിട്ടുള്ള കാറ്റഗറീസ് ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്. അതിൽ യൂഡൈക്കോട്ട് എന്ന് പറയുമ്പോൾ ട്രൈകോൾപേറ്റ് പോളൻ, നമ്മൾ ആ ഒരു പോളന്റെ സ്ട്രക്ചർ ഒക്കെ ബേസ് ചെയ്തിട്ട് പഠിക്കുമ്പോൾ NPC സിസ്റ്റം ഒക്കെ പഠിക്കുമ്പോൾ ഈ ഒരു ട്രൈകോൾപേറ്റ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. പീരിയോഡിക്കലി ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലേഡ്സ് എന്ന് പറയുന്നത് എനാഗ്രേഡ് ആണ്. ANA എന്ന് പറയുന്നത് അംബോറല്ലേൽസ്, നിംഫിയൽസ്, ഓസ്ട്രോബൈലേൽസ് എന്നുള്ളതാണ്. കൂടാതെ മാഗ്നോളിഡ്സ്, മോണോകോട്ട്, യൂഡൈക്കോട്ട്, റോസിഡ്സ്, ആസ്റ്ററിഡ്സ് ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് ഇതിന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് പറയാനുള്ളത്. രണ്ടാമത്തതാണ് പ്ലാന്റിന്റെ നോമൻക്ലേച്ചർ. പ്ലാന്റിന്റെ സയന്റിഫിക് നെയിമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ICBN, International Code for Nomenclature for Algae, Fungus and Plants, ICN എന്നും പറയാറുണ്ട്. International Code for Nomenclature, Code of Nomenclature provides rule, നെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള റൂൾ ആണ്. അതിൽ ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അതായത് ഒരു സ്പീഷ്യസിന്റെ നെയിം ഇടുമ്പോൾ അതിന് രണ്ട് നെയിം ഉണ്ടായിരിക്കും, ജീനസ് എന്താ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എപ്പിതെറ്റും ഉണ്ടായിരിക്കും. എക്സാമ്പിൾ മാഞ്ചിഫറ ഇൻഡിക്ക ലിൻ. അതില് ഒരു സയന്റിഫിക് നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ജീനസിലാണ്, ആ ജീനസ് ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പീഷ്യസ് നെയിം സ്മോൾ ലെറ്ററിലാണ്, സയന്റിഫിക് നെയിം ഇറ്റാലിക്സിലാണ് റിട്ടേൺ ചെയ്യുന്നതാണെങ്കിൽ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഓതർ സൈറ്റേഷൻ, നോമൻക്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതായത് ഇവിടെ ഇപ്പൊ മാഞ്ചിഫറ ഇൻഡിക്ക L എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ, അത് ലിനേസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്, അതുകൊണ്ടാണ് അവിടെ ഓതർ സൈറ്റേഷൻ ആയിട്ട് L കൊടുത്തേക്കുന്നത്. ഓക്കെ, ദെൻ പാരന്തസിസ് എന്ന് പറയുന്നത്, അതായത് ഒറിജിനൽ ഓതറും അതായത് ഒരു പുതിയ കോമ്പിനേഷൻ, ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ ആ ഒരു കേസിൽ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു പാരന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് റൂൾ ഓഫ് പ്രയോറിറ്റി ആണ്. അതായത് ആ ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ട റൂൾ ഓഫ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ദ ഏർലിയസ്റ്റ് ലെജിറ്റിമേറ്റ് ആൻഡ് വാലിഡ്ലി പബ്ലിഷ്ഡ് നെയിം ഈസ് ജനറലി ആക്സെപ്റ്റഡ്. ഓക്കെ, വാലിഡ്ലി പബ്ലിഷ് ചെയ്തിട്ടുള്ള നെയിംസ് മാത്രമേ ജനറലി എന്ത് ചെയ്യുള്ളൂ, ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, then the starting point for most seed plant is 1753, publication of Linnaeus species plant. അതായത് റൂൾ ഓഫ് പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ ഓരോ പ്ലാന്റിനും ഒരു വാലിഡിറ്റി ഉണ്ട്, ആ ഒരു വാലിഡിറ്റി ബേസ് ചെയ്തിട്ട് ഓരോ നമ്പർ കൊടുക്കുന്നുണ്ട് ഓരോ പ്ലാന്റിനും. ഓക്കെ, ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ബേസ് ചെയ്തിട്ടാണ് അവിടെ നോമൻക്ലേച്ചറിങ് എന്ന് പറയുന്നത്. ദെൻ ടൈപ്പിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹോളോ ടൈപ്പ് പ്ലാന്റ് സാപ്പിയൻസ് എന്ന് അടിച്ചാൽ അതിന്റെ ആ ഒരു സെർച്ച് ബോക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ടൈപ്പിഫിക്കേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മളൊരു സ്പെസിമെൻ കളക്ട് ചെയ്യുമ്പോൾ ആ ഒരു സ്പെസിമെന്റെ ടൈപ്പ്, ആ ഒരു റെഫറൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കുറെ ടൈപ്പ് പറയുന്നത്. അപ്പം ഹോളോ ടൈപ്പ് എന്ന് പറയുന്നത് ആ ഓതർ തന്നെ ഡയറക്ട്ലി കളക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സ്പെസിമെനെയാണ് ഹോളോ ടൈപ്പ്. ഒരു ഹോളോ ടൈപ്പിന്റെ ഡ്യൂപ്ലിക്കേറ്റിനെയാണ് നമ്മൾ ഐസോ ടൈപ്പ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ എന്താ
ഹോളോടൈപ്പ് ഒന്നും ഡിസൈനേറ്റ് ചെയ്യാത്ത സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്ന മറ്റൊരു പ്ലാന്റിനെയാണ് ലെക്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഒറിജിനൽ മെറ്റീരിയൽസ് കംപ്ലീറ്റ്ലി നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്തു, എന്നിട്ട് അത് മിസ്സായി കഴിയുമ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒറിജിനൽ മെറ്റീരിയൽസ്, മറ്റൊരു മെറ്റീരിയലിനാണ് നിയോടൈപ്പ് എന്ന് പറയുന്നത്. ദെൻ സിൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ ഹോളോടൈപ്പ് ഡിസൈനേറ്റ് ചെയ്യാത്ത സമയത്ത് അവിടെ നിന്ന് തന്നെ രണ്ടോ അതിൽ കൂടുതലോ സ്പെസിമെൻസ് ഒരുമിച്ചിട്ട് നമ്മൾ ഈ ഒരു സിംഗിൾ ഹോളോടൈപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതിനെയാണ് സിൻ ടൈപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോമൻക്ലേച്ചറിലെ ടേംസിൽ ഒന്ന് ബെസിയോണിം എന്നാണ്. ബെസിയോണിം എന്ന് പറയുമ്പോൾ ദ ഒറിജിനൽ നെയിം ഓൺ വിച്ച് എ ന്യൂ കോമ്പിനേഷൻ ഈസ് ബേസ്ഡ്, അതായത് ഒറിജിനൽ നെയിം ന്യൂ കോമ്പിനേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒറിജിനൽ നെയിമിനെ ബെസിയോണിം എന്നും, അതായത് ഡിഫറെന്റ് ടാക്സയ്ക്ക് വേണ്ടിയിട്ട് തന്നെ സെയിം നെയിം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാണ് ഹോമോണിം എന്ന് പറയുന്നത്. അത് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോമോണിം എന്ന് പറയുന്നത് ഇല്ലെജിറ്റിമേറ്റ് ആയിട്ട് മാറുന്നതായിരിക്കും. ഓക്കെ, അതാണ് ഹോമോണിം എന്ന് പറയുന്നത്. ഓട്ടോണിം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്ന നെയിമാണ്. ഓക്കെ, ഒരു പാരന്റൽ ടാക്സോണമിന്റെ നെയിം ബേസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്ന നെയിമാണ് ഓട്ടോണിം. നോമൻ ന്യൂഡം എന്ന് പറയുന്നത് ഒരു വാലിഡ് ഡയഗ്നോസിസോ ഡിസ്ക്രിപ്ഷനോ ഇല്ലാതെ, ജസ്റ്റ് ഒരു വാലിഡിറ്റി ഇല്ലാതെ പബ്ലിഷ് ചെയ്യുന്ന നെയിമിനെയാണ് നോമൻ ന്യൂഡം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് പബ്ലിക്കേഷൻ ഓഫ് നെയിംസ്. ഇപ്പൊ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പബ്ലിക്കേഷന് ജനറലി ഒരു നെയിം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർ ഫോം, ആ ഒരു നെയിമിന്റെ പ്രോപ്പർ ഫോം, ആ സയന്റിഫിക് നെയിമിന്റെ പ്രോപ്പർ ഫോം, അതിന്റെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള പബ്ലിക്കേഷൻ, കറക്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും ഡയഗ്നോസിസും, അതിന്റെ ഡെസിഗ്നേഷൻ ഓഫ് ടൈപ്പ്, ആ ഒരു ടൈപ്പും എവിടെ നിന്നാണ് കിട്ടിയതെന്നുമുള്ള എക്സ്പ്ലനേഷൻ ആവശ്യമാണ്. അപ്പൊ ഇത്രയാണ് ആ ഒരു ബയോളജിക്കൽ നോമൻക്ലേച്ചറുമായിട്ട് ബേസ് ചെയ്തിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ആണ് ടാക്സോണമിക് കീ എന്ന് പറയുന്നത്. അതായത് ഒരു പ്ലാന്റിന്റെ ഐഡന്റിഫിക്കേഷൻ യൂസ് ചെയ്യുന്ന അനാട്ടമിക്കൽ ടൂൾസിനെയാണ് നമ്മൾ കീ എന്ന് പറയുന്നത്. ആ ഒരു കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ബേസ് ചെയ്തിട്ട് ഡൈക്കോട്ടമസ് കീ ഉണ്ട്, ഇന്റൻഡഡ് കീ ഉണ്ട്, ബ്രാക്കറ്റഡ് കീ ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് അത് കൂടാതെ കപ്ലറ്റ് ആണ്. ഓക്കെ, കപ്ലറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് കോൺട്രാസ്റ്റിംഗ് സ്റ്റേറ്റ്മെന്റിനാണ് കപ്ലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഈച്ച് ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റിനെ കപ്ലറ്റ്, അതായത് ഒരു കപ്ലറ്റിൽ ഒരു ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ആ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റിനെയും ലീഡ്, അതായത് ഒരു കപ്ലറ്റ് എന്ന് പറയുന്നത് രണ്ട് ലീഡുകൾ കൂടിച്ചേർന്നതാണ് എന്ന് സാരം. ഓക്കെ, ഇതാണ് ടാക്സോണമിക് കീയിൽ പറയാനുള്ളത്. നമ്മൾ ഇമ്പോർട്ടന്റ് ഹെർബേരിയം പറയാനുണ്ട്. അതായത് പ്ലാന്റിനെ ഡ്രൈ ചെയ്ത് പ്രസ് ചെയ്ത് പ്രിസർവ് ചെയ്യുന്നതിനാണ് ഹെർബേരിയം എന്ന് പറയുന്നത്. ഹെർബേരിയം ഷീറ്റിലാണ് മൗണ്ടേജ് ചെയ്യുന്നത്. അതിൽ എന്തൊക്കെ മെറ്റീരിയൽസ്, റെഫറൻസ് മെറ്റീരിയൽസ് ഉണ്ട്, ഐഡന്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ, ടാക്സോണമിക് റിസർച്ച്, ഫ്ലോറിസ്റ്റിക് സ്റ്റഡീസ്, ഏതൊക്കെ പ്രൊവിഷൻസിലാണ് കാണുന്നത്, ബയോഡൈവേഴ്സിറ്റി സ്റ്റഡീസ്. ഓക്കെ, ഇപ്പോൾ ഒരു ഹെർബേരിയം സ്പെസിമെൻ ഉണ്ടാക്കുമ്പോൾ അതിൽ അതിന്റെ സയന്റിഫിക് നെയിം കൊടുക്കണം, ഫാമിലി, എവിടെ നിന്നാണ് അത്, ലൊക്കാലിറ്റി എവിടെയാണ്, എപ്പോഴാണ് കളക്ട് ചെയ്തത്, കളക്ട് ചെയ്ത കളക്ടറുടെ പേര്, ഫീൽഡ് നോട്ട്, അതിന്റെ ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷനും ആവശ്യമാണ്. നെക്സ്റ്റ് ആണ് BSI, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ. 1890 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. മെയിൻ ആയിട്ട് പ്ലാന്റ് റിസോഴ്സസിന്റെ ഒരു സർവേ എടുക്കാൻ വേണ്ടിയിട്ടും, പ്ലാന്റ് ഡൈവേഴ്സിറ്റിന്റെ എക്സ്പോഷറും, ഫ്ലോറിസ്റ്റിക് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്നുള്ള ഒരു സ്റ്റഡീസിനും, എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള പ്ലാന്റിന്റെയും ഫ്ലോറാസിന്റെയും പ്ലാന്റ് ഡൈവേഴ്സിറ്റിന്റെ ഒക്കെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് BSI സർവേ അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ. Then next, origin and evolution of angiosperms ആണ്. അതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻജിയോസ്പേംസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് അല്ലേ, ലാൻഡിലെ ഏറ്റവും ഡൈവേഴ്സ് ആയിട്ടുള്ള ഗ്രൂപ്പ്. അപ്പോൾ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ഏത് ഇറയിലാണ്, മീസോസോയിക് ഇറയിലാണ്. അവിടെ ഫോസിൽ എവിഡൻസ്, അതായത് ആ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ, ആൻജിയോസ്പേംസിലുള്ള ഡൈവേഴ്സിഫിക്കേഷന്റെ മെയിൻ ഫോസിൽ എവിഡൻസ് കാണുന്നത് ക്രിട്ടേഷ്യസ് പീരീഡിലാണ്. പ്രിമിറ്റീവ് ആയിട്ട് ഇവയ്ക്ക് എന്താ, ഫ്രീ സ്റ്റേമൻ ആയിരുന്നു, അപ്പോകാർപ്പസ് ആയിട്ടുള്ള ഗൈനീഷ്യ, ഇതൊക്കെ പ്രിമിറ്റീവ് ക്യാരക്ടർ ആണ്. ഫ്ലോറൽ പാർട്ട് സ്പൈറൽ ആയിരുന്നു, ബൈസെക്ഷൽ ആയിരുന്നു, അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പെരിയാന്ത് ആയിരുന്നു. ഇവല്യൂഷണറിലി മാറ്റം വന്നത് എന്താ, അപ്പോകാർപ്പസ് പിന്നീട് സിൻകാർപ്പസ് ആയിട്ട് മാറി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സുപ്പീരിയർ ഇൻഫീരിയർ ആയിട്ട് മാറി. ഹൈപ്പോഗൈനസ് എപ്പിഗൈനസ് ആയി. ആക്ടിനോമോർഫിക് സൈഗോമോർഫിക് ആയി. മെനി സ്റ്റേമൻ എന്നുള്ളത് ഫ്യൂസ് സ്റ്റേമൻ ആയിട്ട് മാറി. ഫ്രീ പാർട്സ് ഫ്യൂസ്ഡ് പാർട്സിലോട്ട് മാറി. ഇതാണ് പ്രിമിറ്റീവ് ടു അഡ്വാൻസ്ഡ് ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ഇവല്യൂഷണറി ട്രെൻഡ്. സ്പൈറൽ അറേഞ്ച്മെന്റ് എന്തായി, വേൾഡ് അറേഞ്ച്മെന്റുമായിട്ട് മാറി.
ഓക്കെ, ദെൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആൻജിയോസ്പേം ഫാമിലീസ് അവയുടെ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് മാത്രം ഒന്ന് നോക്കിയിട്ട് പോവാം. അതിൽ ഒന്നാമത്തത് അനോണേസി ആണ്. അനോണേസി നമ്മൾ ആത്തച്ചക്ക എന്നൊക്കെ പറയുന്ന ആ ഒരു ഫ്രൂട്ട് ഒക്കെ വരുന്ന ഫാമിലിയാണ് അനോണേസി. അവർ ട്രീയും ഷ്രബും കാണുന്നുണ്ട്. മെയിൻ ആയിട്ട് ട്രൈമീറസ് ആയിട്ടുള്ള ഫ്ലവർ ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ക്യാരക്ടർ മാത്രമാണ്. ട്രൈമീറസ് ആയിട്ടുള്ള ഫ്ലവർ ആണ്. ന്യൂമറസ് ആയിട്ടുള്ള സ്റ്റേമെൻസ് കാണുന്നുണ്ട്. ദെൻ കാർപ്പൽസും ന്യൂമറസ് ആണ്, ഫ്രീ ആയിട്ടുള്ളതാണ്. എറ്റീരിയോ ഓഫ് ബെറീസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്രൂട്ട് എറ്റീരിയോ ഓഫ് ബെറീസ് ആണ്. നമ്മൾ പറയുന്ന കസ്റ്റർഡ് ആപ്പിൾ, സീതപ്പഴം, അതാണ് അനോണസ് സ്ക്വാമാസ. ആർട്രാബോട്രിസ് ഓർണമെന്റൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കനങ്ക ഓഡറേറ്റ യാങ് പെർഫ്യൂമിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. രണ്ടാമത്തതാണ് നിംഫിയേസി എന്ന് പറയുന്നത്. നിംഫിയ അതൊരു അക്വാട്ടിക് ആയിട്ടുള്ള ഹെർബ് ആണ്. ഇവിടെ ലീഫ് ഫ്ലോട്ടിംഗ് ആണ്. ഓക്കെ, ലാർജ് ആയിട്ടുള്ള ഫ്ലവർ, ഷോയി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. ന്യൂമേഴ്സ് ആയിട്ടുള്ള പെറ്റൽസും സ്റ്റേമെൻസും ഒക്കെ കാണുന്ന ഫ്ലവർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അവയിൽ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള പ്ലാസന്റേഷൻ ആണ് മെയിൻ ആയിട്ട്, സൂപ്പർഫിഷ്യൽ ആണ്. നിംഫിയ നിലുമ്പോ ഒക്കെയാണ്, ഒരു അക്വാട്ടിക് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ആണ് പോളിഗാലേസി, അതൊരു യുണീക് ക്യാരക്ടർ ആണ്. പോളിഗാലേസി എന്ന് പറയുമ്പോൾ സൈഗോമോർഫിക് ആയിട്ടുള്ള ഫ്ലവേഴ്സ് മാത്രമാണ്. അതായത് 5 കാലിക്സ് ആണ് ഉണ്ടായിരിക്കുക. അതിൽ 2 ഇന്നർ സെപ്പല് അപ്പൊ ഒരു പെറ്റലോയിഡ് ആയിട്ട് എൻലാർജ്ഡ് ആൻഡ് പെറ്റലോയിഡ് ആയിട്ടുള്ളതായിരിക്കും. കൊറോള കോമൺലി 3 പെറ്റൽഡ് ആണ്. ഓക്കെ, സ്റ്റേമെൻസ് 8 ആണ്. അവയുടെ ക്യാരക്ടേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പോളിഗാലേസി അത്ര ഇമ്പോർട്ടന്റ് അല്ല, മെയിൻ ആയിട്ട് സൈഗോമോർഫിക് ആയിട്ടുള്ള ക്യാരക്ടർ ആണെന്ന് പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് പറയാനുള്ളത് ബ്രാസിക്കേസി അല്ലെങ്കിൽ ക്രൂസിഫറി ആണ്. ടെട്രാമിറസ് ആയിട്ടുള്ള ഫ്ലവർ ആണ്. അതായത് ടെട്രാമിറസും ഉണ്ട്, കൂടാതെ ടെട്രാഡൈനാമസ്. ഓക്കെ, ടെട്രാഡൈനാമസ് ആയിട്ടുള്ള സ്റ്റേമൻ ആണ്. അതായത് ആകെ 6 സ്റ്റേമൻ ആണ് ഉള്ളത്. അതിൽ 4 ലോങ്ങും 2 ഷോർട്ടും ആയിട്ടുള്ള സ്റ്റേമൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ഫോൾസ് സെപ്റ്റം ഉള്ള ഒരു പെരിയറ്റൽ പ്ലാസന്റേഷൻ ആണ്. സെലിഗുള എന്നുള്ള ഫ്രൂട്ട് ആയിരിക്കും. അതിൽ മസ്റ്റാർഡ് ഒക്കെ ഈ ഒരു ബ്രാസിക്കേസിയ ഫാമിലിയിൽ വരുന്നതാണ്. ഈ ഒരു മസ്റ്റാർഡ് ഓയിൽ, ഗ്ലൂക്കോസിനോലേറ്റ്സ് ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഒക്കെ ഉള്ള കുറെ പ്ലാന്റ്സ്. റെഫാനസ് എന്ന് പറയുന്നത് റാഡിഷിൽ നിന്നും, ബ്രാസിക്ക ഒലിയറേസിയ ഒരു ക്യാബേജ്, കോളിഫ്ലവറസ് ഒക്കെ, ബ്രൊക്കോളി ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് പോർട്ടുലേസി എന്ന് പറയുന്നത് സെക്യുലന്റ് ആയിട്ടുള്ള ഹെർബ്സ് ആണ്. സെക്യുലന്റ് ആയിട്ടുള്ള ഹെർബ്സ് ആണ്. സെക്യുലന്റ് ആയിട്ടുള്ളതാണ്. അതായത് ഫ്ലഷി ആയിട്ടുള്ള ലീവ്സ് ആണ്. യൂഷ്വലി ബൈസെക്ഷൽ ആണ്. ബാക്കി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ പറയാനുള്ളത് ഫ്രീ സെൻട്രൽ ആയിട്ടുള്ള പ്ലാസന്റേഷൻ ആണ് പോർട്ടുലേസിയയിൽ കാണുന്നത്. ഓർണമെന്റൽ ആയിട്ടുള്ള പോർട്ടിലാക്ക, ടാലിനം ഒക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരും. നെക്സ്റ്റ് ഡിപ്റ്ററോകാർപ്പേസി. ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ മോസ്റ്റ് ഓഫ് ദ ഫാമിലീസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് വേണമെങ്കിൽ ഈസിയായിട്ട് നോക്കാവുന്നതാണ്. യുണീക്ക് ആയിട്ട് ലാർജ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണ്, ട്രീസ് ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ റെസീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈസെക്ഷൽ ആയിട്ടുള്ള ട്രീസ് ആണ് ഡിപ്റ്ററോകാർപ്പേസി എന്ന് പറയുന്നത്. അവയിൽ എന്താ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള കാലിക്സ് വിങ്സ് കാണുന്നുണ്ട്. അതാണ് ഡിപ്റ്ററോകാർപ്പി എന്ന് പറയുന്ന ഒരു പേരും പഠിച്ചു വെച്ചോ കേട്ടോ. ഡിപ്റ്ററോകാർപ്പി എന്ന് പറയുന്നത് 2 വിങ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട് ആണ്. ആ ഒരു കാലിക്സ് വിങ് ആയിട്ട് മാറും, പെർസിസ്റ്റന്റ് ആണ്. അപ്പൊ ഒരു ഫ്രൂട്ടില് ഈ ഒരു പെർസിസ്റ്റന്റ് ആയിട്ടുള്ള വിങ്ഡ് കാലിക്സ് പ്രസന്റ് ആയിരിക്കും. അതാണ് ഡിപ്റ്ററോകാർപ്പി എന്ന് പറയുന്നത്. ഓക്കെ, സാല്, ദെൻ ടിംബർ, ആ ഒരു ടിംബർ ഒക്കെ പറയുന്ന ആ ഒരു ട്രീ പ്ലാന്റ് ഒക്കെയാണ് ഡിപ്റ്ററോകാർപ്പേസിയിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് മാൾവേസി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹിബിസ്കസ് ഫാമിലി ആണ്. എപ്പി കാലിക്സ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് പ്രസന്റ് ആയിട്ടുള്ളത്. ദെൻ സ്റ്റേമൻ എന്താണ്, മൊണോഡൽഫസ് ആണ്. മൊണോത്തിക്കസ് ആയിട്ടുള്ള ആന്തർ ഒക്കെയാണ് കാണുന്നത്. മ്യൂസിലേജിനസ് പ്രസന്റ് ആയിട്ടുള്ളത് മാൾവേസിയിലാണ് കേട്ടോ. അതിൽ ഗോസിപ്പിയം, ഹിബിസ്കസ്, ഏബൽ മോസ്കസ്, എസ്കുലൻഡസ് ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. മോസ്റ്റ് കോമൺ ആയിട്ടുള്ളതാണ്. ഫാബേസിയെ നമുക്ക് അറിയാവുന്നതാണ്. സൈഗോമോർഫിക് ആയിട്ടുള്ള വെക്സിലറി അല്ലെങ്കിൽ ഡിസെൻഡിങ് ഇംബ്രിക്കേറ്റ് ഡിസ്ട്രിബ്യൂഷൻ കാണുന്നതാണ് ഫാബേസി. ഡൈ അഡൽഫസ് ആയിട്ടുള്ള 9+1 അറേഞ്ച്മെന്റ് ആണ് അവയുടെ സ്റ്റേമെൻസ്. ഫ്രൂട്ട് ലൊഗ്യൂം ആണ്. ദെൻ ഈ ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആയിട്ടുള്ള റൈസോബിയം ഒക്കെ കാണുന്നുണ്ട്. ആ ഒരു പി ഫാമിലി അവയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഒരു എന്താ സിംഗിൾ ആയിട്ടുള്ള ക്ലാസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണും. അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതല്ല.
Then next Asteraceae composite വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അവിടെ ഇൻഫ്ലോറസെൻസ് സ്പെഷ്യൽ ക്യാപിറ്റലം അല്ലെങ്കിൽ ഹെഡ് ഇൻഫ്ലോറസെൻസ് ആണ്. അതായത് അവിടെ ഇൻവെല്യൂക്കർ ഓഫ് ബ്രാക്ട് ഉണ്ട്. അവിടെ ഫ്ലവേഴ്സ് രണ്ട് ടൈപ്പ് ആണ് അല്ലേ, റേ ഫ്ലോററ്റും ഡിസ്ക് ഫ്ലോററ്റും ഉണ്ട്. ആന്തേഴ്സ് സിൻജനീഷ്യസ് ആണ്. സിപ്സെല്ല എന്ന് പറയുന്ന ഫ്രൂട്ട്സ്, ദെൻ പാപ്പസ് ഹെയേഴ്സ് പ്രസന്റ് ആണ് എന്നൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ദെൻ ഹിലിയാന്തസ് ആനം, സൺഫ്ലവർ, സ്റ്റാർ, ട്രൈഡാക്സ് ഇതൊക്കെ ആസ്റ്ററേസിയയിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് റൂബിയേസി. റൂബിയേസി എന്ന് പറയുമ്പോൾ മൈൻഡിൽ വരേണ്ടത് ഇന്റർപീറ്റിയോളാർ സ്റ്റിപ്യൂൾ ആണ്. ഹൈലി ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഇന്റർപീറ്റിയോളാർ സ്റ്റിപ്യൂൾ ഒക്കെയാണ് ഇതിൽ വരുന്നത്. ലീവ്സ് ഓപ്പോസിറ്റ് ആണ്, വേൾഡ് ആണ്, ഓവറി ഇൻഫീരിയർ ആണ്, എപ്പി പെറ്റാലസ് ആയിട്ടുള്ള സ്റ്റേമൻസ് ഒക്കെയാണ്. ആ ഒരു കോഫി ഒക്കെ റൂബിയേസിയിലാണ്. സിൻചോണ, ക്വിനീൻ എന്ന് പറയുന്ന എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള സിൻചോണ, ഒഫീസനാലിസ് ഒക്കെ റൂബിയേസിയിൽ വരുന്നതാണ്. Then Asclepiadaceae important ആയിട്ടുള്ളത് എന്താ, കെലോട്രോപ്പിസ് ആണ് മൈൻഡിൽ വരേണ്ട ഫ്ലവർ. മിൽക്കി ലാറ്റക്സ് ആണ്, യൂഷ്വലി പെന്റാമിറസ് ആയിട്ടുള്ള കൊറോലൈൻ കൊറോണ പ്രസന്റ് ആണ്. പൊളീനിയ, പോളന്റെ ടൈപ്സിൽ പൊളീനിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് കാണുന്ന ഒരു ഗ്രൂപ്പാണ് Asclepiadaceae. Then ഗൈനോസ്റ്റീജിയം പ്രസന്റ് ആണ്. ട്രാൻസ്ലേറ്റർ അപ്പാരറ്റസ്, ആ ഒരു എന്താ പോളിനേഷൻ ഒക്കെ സഹായിക്കുന്നതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് അതിൽ കെലോട്രോപ്പിസ് ഫൈബർ yielding ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. റൗബോൾഫിയ ഈസ് നോട്ട് എൻ Asclepiadaceae. നൗ ഇറ്റ് ബിലോങ്സ് ടു അപ്പോസൈനാസിയ. പണ്ട് Asclepiadaceae ആയിരുന്നു ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സൊളാനേസിയ. പെന്റാമിറസ് ആയിട്ടുള്ള ആക്ടിനോമോർഫിക് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓവറിയുടെ പൊസിഷൻ ഒബ്ലീക്ക് ആണ്. ആക്സിയൽ പ്ലാസന്റേഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. സൊളാനം ട്യൂബറസും പൊട്ടറ്റോ, ടൊമാറ്റോ, ടൊബാക്കോ, ചില്ലി ഒക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു വെർബിനേസിയെ. വെർബിനേസിയ എന്ന് പറയുമ്പോൾ അതും സൈക്കോമോർഫിക് ആണ്. ലാമിയേസിയ, വെർബിനേസിയ ഒക്കെ ഒരേപോലെയുള്ള ക്യാരക്ടേഴ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഡൈഡിനാമസ് ആയിട്ടുള്ള 4 സ്റ്റേമൻസ് ആണ്. ഗാമോപെറ്റാലസ് ആയിട്ടുള്ള കൊറോള പ്രസന്റ് ആയിട്ടുള്ളത്. ഇൻഫ്ലോറസെൻസ് സ്പൈക്ക് റസീം ആണ്. ഫ്രൂട്ട് ഡ്രൂപ്പ് ആണ്. ടെക്ടോണ ഗ്രാൻഡിസ്, ടീക്ക് ഒരു വെർബിനേസി ആണ്. ലെന്റാന ക്യാമറ ഓർണമെന്റൽ ആയിട്ടുള്ള ഇൻവേസീവ് ആയിട്ടുള്ള ഒരു വെർബിനേസി ആണ്. ക്ലെറോഡെൻഡ്രം എന്ന് പറയുന്നത് മെഡിസിനൽ ഇമ്പോർട്ടൻസ് ആണ്. ദെൻ നെക്സ്റ്റ് ആണ് ലാമിയേസി അല്ലെങ്കിൽ ലാബിയേറ്റി. ഒരു ല്യൂക്കസ്, തുമ്പ, തുളസി ഒക്കെ വരുന്ന ഗ്രൂപ്പാണ് ലാമിയേസി. അറോമാറ്റിക് ആയിട്ടുള്ള ക്വാഡ്രാങ്കുലാർ സ്റ്റെം ഉള്ളതും വെർട്ടിസിലാസ്റ്റർ ആയിട്ടുള്ള ഇൻഫ്ലോറസൻസ് ഉള്ളതും ഈ ഒരു ലാമിയേസിയിലാണ്. തൈർസസും കാണുന്നുണ്ട്. ദെൻ ഇവിടെയും ഡൈഡിനാമസ് ആയിട്ടുള്ള ബൈലാബിയേറ്റ് ആയിട്ടുള്ള കൊറോള കാണുന്നുണ്ട്. ബൈ ഗൈനോബേസിക് സ്റ്റൈലുമാണ്. ഫ്രൂട്ട് നട്ട്ലൈറ്റ്സ് ആണ്, 4 നട്ട്ലൈറ്റ്സ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിളും കൂടി ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. പോസ് ചെയ്തിട്ട് ഒന്ന് എക്സാമ്പിൾ നോക്കി വെച്ചേക്കുക. നെക്സ്റ്റ് അമരാന്തേസിയ, നമ്മുടെ അമരാന്തസ്, ചീര ഒക്കെ വരുന്നതാണ്. ഫ്ലവേഴ്സ് മെയിൻലി ഓഫൺ ബ്രാക്റ്റിയേറ്റ് ആയിട്ടുള്ള കുറെ സ്മോൾ ഫ്ലവേഴ്സ് ആണ്. ഡ്രൈ ആൻഡ് സ്കാരിയസ് ആയിട്ടുള്ള പെരിയാന്താണ് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. അവയിലുള്ള ഓവറി യൂണിലോക്കുലാർ ആയിട്ടുള്ള ഓവറി ആണ്. ഫ്രൂട്ട് എന്ന് പറയുന്നത് യൂട്രിക്കിൾ ആണെന്നും ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ആണ് യൂഫോബിയേസിയ. അത് യൂഫോബിയ സീറോഫൈറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. അതിൽ എക്സാമ്പിൾ യൂണിസെക്ഷൽ ആയിട്ടുള്ള യൂഫോർബിയ എന്ന് പറയുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള സയാത്യം എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് എക്സാമ്പിൾ ആണ്. മൊണേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്, അതാണ് യൂണിസെക്ഷൽ. ദെൻ 1 ഒവ്യൂൾ, ഓരോ ലൊക്യൂൾസിലും ഷൈസോകാർപ്പിക് ആയിട്ടുള്ള കാപ്സ്യൂൾ ആണ്. അതിൽ റബ്ബർ, കാസ്റ്റർ ഓയിൽ, ടപ്പിയോക്ക, ഓർണമെന്റൽ ആയിട്ടുള്ള യൂഫോർബിയ ഒക്കെ, യൂഫോബിയ ഹിർട്ട ഒക്കെ യൂഫോബിയേസിയ ഫാമിലിയിൽ വരുന്നതാണ്. ദെൻ അർട്ടിക്കേസി എന്ന് പറയുന്നത് ഹെർബ് ആയിട്ടും ഷ്രബ് ആയിട്ടും കാണുന്നുണ്ട്. സ്റ്റിങ്ങിങ് ഹെയേഴ്സ് പ്രസന്റ് ആയിട്ടുള്ളതാണ്. അതിൽ ആന്തർ എന്ന് പറയുമ്പോൾ ആ ഒരു ഡെഹിസെൻസ് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള പൊട്ടിത്തെറിക്കുന്ന ആ ഒരു ടൈപ്പാണ് അർട്ടിക്കേസി. ദെൻ അർട്ടിക്ക, ബൊമേറിയ, മോറസ് ഒക്കെയാണ് അർട്ടിക്കേസിയുടെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ദെൻ ഓർക്കിഡേസി സ്ട്രോങ്ലി സൈഗോമോർഫിക് ആണ്. റിസൂപ്പിനേഷൻ, ആ ഒരു 180 ഡിഗ്രി ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. then അതിന്റെ സ്ട്രക്ചർ ലബെല്ലം എന്ന് പറയുന്ന ഒരു പെറ്റല് ലബെല്ലം ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ സ്റ്റേമനും സ്റ്റൈലും യുണൈറ്റ് ചെയ്തിട്ട് ഗൈനോസ്റ്റീജിയം ഫോം ചെയ്തിട്ടുണ്ട്. പൊളീനിയം ഇതിലും പ്രസന്റ് ആണ്. അസ്ക്ലിപ്പിയാഡീസിലും പൊളീനിയം പ്രസന്റ് ആണ്. ഓക്കെ, വാനില, വാൻഡ, ഡെൻഡ്രോബിയ ഒക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ആണ് പൊയേസി എന്ന് പറയുന്ന ഒരു ഗ്രാമിണി എന്ന് പറയുന്ന ഗ്രൂപ്പ്.
അതില് നമ്മൾ കൾം അതിന്റെ സ്റ്റെമ്മിനെ ഒരു നോഡും ഇന്റർനോഡ്സും ഉള്ള ഒരു ഹോളോ സ്റ്റെമ്മിനെ കൾം എന്നാണ് പറയുന്നത്. ഇവിടെ ലീഫ് ഷീറ്റിംഗ് ആയിട്ട് ലീഫ് ബേസ് ആണ് കാണുന്നത്. ലിഗ്യൂൾ ആണ്, പാരലൽ വീനേഷൻ ആണ്, ഇൻഫ്ലോറസെൻസ് സ്പൈക്ലെറ്റ്സ് ആണ്. ദെൻ പെരിയാന്ത് ലോഡിക്യൂൾസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു പൊയേസിയുടെ സ്ട്രക്ചറും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വെക്കുക, എക്സാമ്പിളൊക്കെ അറിയുന്നതായിരിക്കും. നെക്സ്റ്റ് ആണ് സിറ്റാമിനി അല്ലെങ്കിൽ സിഞ്ചിബറി എന്ന് പറയുന്ന ഫാമിലി. റൈസോമാറ്റസ് ആയിട്ടുള്ള ഹെർബ്സ് ആണ്. അപ്പൊ ഇവിടെ ലീഫ് ലാർജർ ആയിരിക്കും, ഷീത്തിങ് ലീഫ് ബേസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ ഒരു സ്റ്റേമൻസ് കുറെ ഉണ്ടെങ്കിലും അതിലൊന്ന് മാത്രമേ ഫെർട്ടൈൽ ആയിട്ടുള്ള സ്റ്റേമൻ ഉണ്ടായിരിക്കുള്ളൂ. ബാക്കിയുള്ള സ്റ്റേമൻസ് ഒക്കെ എന്താ സ്റ്റാമിനോയിഡ്സ് ആയിട്ട് മോഡിഫൈ ചെയ്യും. ഇൻഫീരിയർ ആയിട്ടുള്ള ഓവറിയോ ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ജിഞ്ചറൊക്കെയാണ് ഈ ഒരു സിഞ്ചിബറേസിയയിൽ വരുന്നത്, കുർക്കുമിന, ഇലറ്റേരിയ, കാർഡാമം ഒക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് ഫാമിലി ആണ് അരക്കേസി അല്ലെങ്കിൽ പാമെ. മോണോകോട്ടിലിഡനസ് ആയിട്ടുള്ള വുഡി പ്ലാന്റ്സ് ആണ് വരിക. അൺബ്രാഞ്ചഡ് ആയിട്ടുള്ള ഒരു ക്രൗൺസ് ഓഫ് ലീഫ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ അവയുടെ ലീവ്സ് ലാർജ് പിന്നീറ്റ്ലി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ലീഫ് ബേസ് എന്ന് പറയുന്നത് പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ലീഫ് ബേസ് ആണ്. അപ്പൊ അതിൽ കൊക്കോസ് ന്യൂസിഫറിയും ഫിനിക്സ് ഡക്റ്റിലിഫറിയും എരക്ക കെറ്റേച്ചും ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു 21 ഫാമിലിയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഈ ഒരു ക്ലാസ്സിൽ ജസ്റ്റ് ഞാൻ അടുത്തത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ ആ ഒരു ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു റിവിഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്ലാന്റ്, ബൈനോമിയൽ, ഫാമിലി, യൂസ്ഫുൾ പാർട്ട് കൊടുത്തിട്ടുണ്ട്. സെറിയൽസിൽ വരുന്ന റൈസ്, മെയ്സ് അവയുടെ ഒക്കെ ബൈനോമിയലും നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പൊയേസിയ ഫാമിലി ആണ്. കാരോപ്സിസ് ഫുഡായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പൾസസിൽ വരുന്ന ഗ്ലൈസിൻ, മാക്സ്, സോയാബീൻ, വിഗ്ന ഉനിക്കുലേറ്റ, കൗപ്പി, വിഗ്ന റേഡിയേറ്റ, പല തരത്തിലുള്ള പൾസസ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഫുഡും പൾസ് സ്പ്രൗട്ട് ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഓയിൽ ഈൽഡിംഗ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? കോക്കനട്ട്, കൊക്കോസ് ന്യൂസിഫറ, ഗ്രൗണ്ട്നട്ട്, ഓയിൽ പാം ഒക്കെയാണ്. ദെൻ ഷുഗർ കെയിന്, സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ ഷുഗർ ഈൽഡിംഗ് ആയിട്ടുള്ളതാണ്. സ്പൈസസിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് നട്ട്മെഗ് ഒക്കെ, മെർസ്റ്റിക്ക, ഫ്രാഗ്രൻസ്, ഇതിന്റെ ഒക്കെ പേരും ഫാമിലിയും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നോക്ക്. ഇതിന്റെ നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു മെയിൽ ആയിട്ട് പറഞ്ഞാൽ ഞാൻ ആ നോട്ട്സ് അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെയാണ് മെയിൻലി പറയാനുള്ളത്. ബാക്കിയുള്ള കാറ്റഗറീസും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡൈ ഈൽഡിംഗ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ്, ട്യൂബർ ക്രോപ്സ്, ഗമ്മ്, റെസീൻസ്, മെഡിസിനൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ്, ടിംബർ ഈൽഡിംഗ് ആയിട്ടുള്ളത്, നാർക്കോട്ടിക് ആയിട്ടുള്ള വെജിറ്റബിൾ ഈൽഡിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ക്ലാസ് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ അറിയിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.